ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് പൾസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നത്തെയും പോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്ന് നമ്മുടെ അനാലിസിസ് തുടങ്ങാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ടു ദി ഡൗൺ സൈഡ് ആയിരുന്നു. അതിനുശേഷം നല്ലൊരു ഗ്യാപ്പ് ഡൗൺ, ഓൾമോസ്റ്റ് 0.4%, 0.45% ഗ്യാപ്പ് ഡൗണിന് ശേഷം ഒരു പ്രൈസ് ആക്ഷൻ ടു ദി ഡൗൺ സൈഡാണ് കാണിക്കുന്നത്. സോ അത്ര നല്ലൊരു കാര്യമല്ല ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കാണുന്നത്. നിഫ്റ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിലും ഒരു ബെയറിഷ് ക്യാൻഡിൽ വിത്ത് വോളിയം നമുക്ക് കാണാൻ പറ്റും. സോ ഐഡിയലി നിഫ്റ്റിയിലും ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. സോ ഗ്യാപ്പ് ഡൗൺ ഈ ഒരു ലെവലിന് താഴെയാണ് ഗ്യാപ്പ് ഡൗൺ. അതിനുശേഷം ഒരു സ്ട്രോങ് പ്രൈസ് ആക്ഷൻ താഴത്തേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിഫ്റ്റിയും താഴത്തേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആയിരുന്നു. ഈ ഒരു ക്യാൻഡിൽ കണ്ട് ഞാൻ ഇവിടെ ഈ ഒരു പ്രൈസ് ആക്ഷൻ വരെ ഞാൻ ബുള്ളിഷ് ആയിരുന്നു, പക്ഷേ പിന്നെ ഇത് ചോപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സോ ബേസിക്കലി ഒരു ബുള്ളിഷ് ടു ചോപ്പി സൈഡ് വേസ് ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റിയും പോകുന്നുണ്ട്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് സ്ട്രോങ് ആണെങ്കിലും പക്ഷേ നമുക്ക് ഈ ഒരു റാലിയിൽ അത്ര നല്ല ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസും മേ ബി ഈ ലെവലിൽ നിന്ന് തന്നെ പറയാം, ഈ ലെവലിൽ നിന്ന് ഈ ഹൈയിലേക്ക് റാലി അത്ര നല്ല ട്രേഡിങ് ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടില്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമുക്കൊരു നിഫ്റ്റി ആൽഫ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിയാലിറ്റി കറക്റ്റ് മനസ്സിലാവും. സോ നിഫ്റ്റി ആൽഫ ഇൻഡെക്സ് വളരെയധികം ബെയറിഷാണ്. ഓൾമോസ്റ്റ് ഫ്രം ദ ടോപ്പ് നിഫ്റ്റി ആൽഫ ഇൻഡെക്സ് 3.18% ഡൗൺ ആണ്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വെറും 1% ഡൗണേ ഉള്ളൂ. സോ നിഫ്റ്റി ആൽഫ ഇൻഡെക്സിൽ കാണുന്ന ഈ ഒരു പ്രൈസ് ആക്ഷനാണ് ഐഡിയലി നമ്മുടെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോയിലും ഈ കഴിഞ്ഞ 2 ആഴ്ചയിൽ കണ്ടത്. ഒരു പ്യുവർ ചോപ്പ് ഫെസ്റ്റാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്, ടു ബി ഓണസ്റ്റ്. സോ ഈ ഒരു ലെവൽ ഇത് ഫുള്ളൊരു ചോപ്പി ഏരിയ ആണ്. ജൂൺ 23 മുതൽ ഇങ്ങോട്ട് ഇന്നത്തെ ഡേറ്റ് ജൂലൈ 8 അപ്പോൾ ഈ ദിവസങ്ങൾ വരെ നല്ല ചോപ്പി ആയിട്ടൊരു മാർക്കറ്റാണ് നമ്മൾ കണ്ടത്. സോ വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനത്തെ ഒരു ചോപ്പി ആയ മാർക്കറ്റ് തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ മേ ബി ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നിഫ്റ്റി ആൽഫ ബ്രേക്ക് ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് നല്ലൊരു ബുൾ റൺ വീണ്ടും കിട്ടാം. പക്ഷേ ഐഡിയലി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ബെയറിഷ് വ്യൂ ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ബ്രെത്ത് അനാലിസിസിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോക്സ് അബവ് 20 പീരീഡ് മൂവിങ് ആവറേജ് ബെയറിഷ് ആണ്. സ്റ്റോക്സ് അബവ് 50 പീരീഡ് മൂവിങ് ആവറേജ് ഒരു എല്ലാം ഹൈസും വളരെ ലോവർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ലോവർ ഹൈസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ട്രെൻഡ് നെഗറ്റീവാണ്. സ്റ്റോക്സ് അബവ് 200 EMA അത് താഴത്തേക്ക് നൈസായിട്ട് താഴത്തേക്ക് ട്രെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 52 വീക്ക് ലോ ഹൈ നമ്പേഴ്സ് നോക്കുകയാണെങ്കിലും ഇതൊരു നെഗറ്റീവ് പാത്തിലേക്കാണ് പോകുന്നത്. സോ അതുപോലെ മാർക്കറ്റ് ബ്രെത്ത് നോക്കുകയാണെങ്കിൽ അപ്പ് 4.8% വളരെ നെഗറ്റീവാണ്, ഡൗൺ 4.5% നെഗറ്റീവാണ്, അപ്പ് 20% ഇൻ 5 days അതും അത്ര നല്ലൊരു നമ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡൗൺ 20% ഇൻ 5 days ഈസ് ഓക്കെ. സോ എല്ലാം കൊണ്ടും മാർക്കറ്റ് ഒരു ബെയറിഷ് ഫേസിലാണ്. ഈവൻ ദോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു സ്ട്രോങ് ഫേസിലാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫേസ് ഓഫ് ദ മാർക്കറ്റ് വാസ് വെരി ബാഡ്. ഈ ഒരു ഫേസിൽ മാർക്കറ്റിൽ അത്ര ഒട്ടും തന്നെ നല്ല ഫോളോ ത്രൂ കിട്ടാത്ത ഫേസ് ആയിരുന്നു മാർക്കറ്റിൽ. സോ നമുക്ക് ഒരു ട്രേഡ് എടുത്തിട്ടും അതിനൊരു നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റും ടു ദ അപ്സൈഡ് എവിടെയും കിട്ടാത്തൊരു ഫേസ് ആയിരുന്നു. സോ മേ ബി ഒരു ചെറിയ പുൾ ബാക്കിന് ശേഷം ഒരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും നല്ലൊരു സ്ട്രോങ് മാർക്കറ്റിലേക്ക് നമ്മൾ ട്രാൻസിഷൻ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.